കോന്നി ആനത്താവളത്തിൽ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി നിറത്രയം ചിത്രരചനാ ക്യാമ്പും ചിത്രകാരന്മാരുടെ കൂട്ടായ്മയും. കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3 ജില്ലകളിൽ നിന്നുള്ള 10ഓളം കുട്ടി ചിത്രകാരന്മാർ ഉൾപ്പെടെ 85ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ജൈവ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ വനമേഖല വഹിക്കുന്ന പങ്ക് വിളിച്ചോതുന്നതായിരുന്നു ഓരോ രചനയും. കോന്നി ആനത്താവളത്തിൽ നടന്ന ചിത്രരചനാ ക്യാമ്പിൽ ആനക്കൂട്ടിലെ കരിവീരന്മാരും ചിത്രകാരന്മാരുടെ ക്യാൻവാസിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി. ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. നമ്മൾ എല്ലാ മാസവും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് കൂടാറുണ്ടെങ്കിലും ഈ കോന്നി ആനക്കൂട്ടി കിട്ടുന്ന ഈ ഒരു ഉന്മേഷം എന്ന് പറയുന്നത് മറ്റു ഒരിടത്തും കിട്ടാത്ത ഒരെണ്ണമാണ്. അത് ശരിക്കും എൻജോയ് ചെയ്യാണ്. നമ്മുടെ സുഹൃത്തുക്കള് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. അവർ ഇവിടെ ചിലരൊക്കെ ആദ്യമായിട്ട് വരുവാണ്. അപ്പം എല്ലാവരും വളരെ ആസ്വദിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രസം എല്ലാവരും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അനുഭവമാണ്. നല്ല സൃഷ്ടികൾ ഉണ്ടാവുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 75ഓളം പ്രശസ്തരായ ചിത്രകാരന്മാരും 10 കുട്ടികളുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ഇന്ന് ഈ ആനക്കൂട്ടിൽ നിരവധിയായ സന്ദർശകർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിത്രകാരന്മാരോട് സംവദിക്കാനും ഇത്തരം വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും പുതിയ രചനാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ചിത്രകാരന്മാരുടെ ഈ ഒരു കലയിലുള്ള ആശയവിനിമയത്തെ സംബന്ധിച്ചൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ജനകീയമായ ഒരു പ്രവർത്തനമായി ഈ ക്യാമ്പ്, ചിത്രകലാ ക്യാമ്പ് നിറത്രയം 2 മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോന്നി ആനത്താവളത്തിലെത്തിയ വിനോദസഞ്ചാരികൾക്കും ചിത്രരചനാ ക്യാമ്പ് കൗതുക കാഴ്ചയായി. ചിത്രകാരന്മാരുമായി ആശയവിനിമയം നടത്താനും പുതിയ രചനാരീതികൾ നേരിട്ട് മനസ്സിലാക്കാനും നിറത്രയം ചിത്രരചനാ ക്യാമ്പ് പ്രയോജനകരമായി. അമൃത ന്യൂസ്, പത്തനംതിട്ട.